ബിഗ് ബോസ് മലയാളം സീസൺ 6 ഹോട്ടൽ ടാസ്കിന്റെ ഭാഗമായി ബിഗ് ബോസ് വീട്ടിലെത്തിയ അതിഥി ശ്വേത മേനോന് പണിഷ്മെന്റ് വിധിച്ച് ബിഗ് ബോസിലെ നിലവിലെ പവർ ടീം അംഗങ്ങൾ. സംഗതി ഇങ്ങനെയാണ്. ബിഗ് ബോസ് വീട്ടിലെത്തിയ ശ്വേത മേനോന് താമസിക്കാൻ ഇഷ്ടമുള്ള മുറിയായി തിരഞ്ഞെടുത്തത് ആദ്യം പവർ റൂമാണ്. എന്നാൽ പവർ റൂമിൽ ഗസ്റ്റുകളെ താമസിപ്പിക്കാൻ കഴിയില്ല എന്ന നിബന്ധനയുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അതിൽ പ്രവേശിക്കാൻ കഴിയില്ലെന്നും അങ്ങനെ ഇൻസ്ട്രക്ഷൻ ഉണ്ട്. അതുകൊണ്ട് മറ്റേതെങ്കിലും റൂം തിരഞ്ഞെടുക്കാനും ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ മറ്റൊരു റൂമിലേക്ക് ശ്വേത മേനോൻ എത്തുകയായിരുന്നു. ഇതിനിടയ്ക്ക് പവർ റൂം തുറന്നു കിടക്കുകയും അതിനുള്ളിൽ സുഖമായി കയറാൻ പറ്റുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ശ്വേത മേനോൻ പവർ റൂമിനുള്ളിലേക്ക് കയറുകയും അവിടുത്തെ കട്ടിലിൽ ഇരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് റസ്മിൻ ഉൾപ്പെടെയുള്ളവർ ഓടിയെത്തുകയും അതിൽ നിന്നും ശ്വേത മേനോനെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഏതായാലും പവർ റൂമിൽ കയറണം എന്ന തൻ്റെ ആഗ്രഹം ശ്വേത മേനോൻ അങ്ങനെ സാധിച്ചിരുന്നു. പിന്നീട് അതിനെക്കുറിച്ച് സാബുമോനുമായി സംസാരിക്കുമ്പോൾ ഇവർ എന്നോട് കയറരുത് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അതിനുള്ളിൽ ഒന്ന് കയറണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അതുകൊണ്ട് കയറിയതാണ് എന്ന് പറയുന്നുണ്ട്. ഏതായാലും ഇങ്ങനെ പവർ റൂമിൽ ഗസ്റ്റ് കയറി എന്നതുകൊണ്ട് തന്നെ വെട്ടിലായ പവർ ടീം മാനം രക്ഷിക്കാൻ വേണ്ടി ഇത് ചെയ്തതിന് പവർ റൂമിൽ ആര് കയറിയാലും അവർക്കൊരു ശിക്ഷയുണ്ട്. അതുകൊണ്ട് അതിന്റെ ശിക്ഷയായി അനുവാദമില്ലാതെ പവർ റൂമിൽ പ്രവേശിച്ചതിനുള്ള ശിക്ഷയായി ശ്വേത മേനോൻ ഒരു പാട്ട് പാടണമെന്ന് പറഞ്ഞു. ഓക്കെ, ഞാനത് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ സിമ്പിളായി കോമഡിയായി ഒരു ഗാനം ആലപിക്കാനും ശ്വേത മറന്നില്ല. വളരെ മത്സരബുദ്ധിയുള്ളവരും എന്നാൽ വളരെ സിമ്പിളുമായിട്ടുള്ള 2 ഗസ്റ്റുകളെയാണ് ഹോട്ടൽ ടാസ്കിന്റെ ഭാഗമായി ബിഗ് ബോസ് വീട്ടിലെ മത്സരാർത്ഥികൾ കണ്ടത്. ഏതായാലും വീട്ടിലെത്തിയ ഗസ്റ്റിനും പണിഷ്മെന്റ് വിധിച്ച പവർ ടീം എന്ന ഖ്യാതി റസ്മിൻ, അൻസിബ, നോറ, അഭിഷേക് എന്നിവരുടെ പവർ ടീമിന് സ്വന്തം.